ചേലക്കരയുടെ മനസ്സെന്താണെന്നറിയാൻ നിശബ്ദ പ്രചാരണത്തിലാണ് മുന്നണികളെല്ലാം. ചേലക്കരയിൽ പ്രത്യേകിച്ച് ചേലക്കര പൊന്നാപുരം കോട്ടയാണെങ്കിൽ അവിടെ തങ്ങൾ കോട്ട പിടിക്കും എന്ന രീതിയിലാണ് UDFിൻ്റെ ശ്രമം. എന്നാൽ ഈ കോട്ട ശക്തമാണെന്ന് തെളിയിക്കാനാണ് യുവ പ്രദീപിൻ്റെ നേതൃത്വത്തിലുള്ള LDF പ്രവർത്തകരുടെ ശ്രമവും. കെ രാധാകൃഷ്ണൻ നിറസാന്നിധ്യവും ഈ മണ്ഡലത്തിൽ അനുഭവപ്പെട്ടു. NDA സ്ഥാനാർത്ഥിയും വളരെ ശക്തമായിട്ട് തന്നെ രംഗത്തുണ്ടായിരുന്നു. ഈ കളം ഇന്ന് നിശബ്ദതയിലേക്ക് മുഖം പൂഴ്ത്തിയപ്പോൾ എന്തൊക്കെയാണ് ചേലക്കര നമ്മോട് പറയുന്നതെന്നറിയാൻ നമുക്കൊപ്പം ശ്രീകാന്ത് കൂടി ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീകാന്ത്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞ ഈ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് ഈ പ്രദേശമാകെ തന്നെ, ചേലക്കരയിലെ വിവിധ മേഖലകളാകെ തന്നെ. അതായത് ഈ മണ്ഡലത്തിലെ ആളുകൾ മാത്രം ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ അവരുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. ചെറുതുരുത്തി സ്കൂളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിശേഷങ്ങൾ മറ്റൊരുപാട് വരുന്നുണ്ട്. അതായത് 25 ലക്ഷം രൂപ ഒരു കാറിൽ നിന്നും പിടിക്കുന്നു. അത് എന്തിനു കൊണ്ടുവന്നതാണെന്നറിയില്ല. മറ്റൊന്ന് PV അൻവർ കലാപക്കൊടി ഉയർത്തി ചേലക്കര വിട്ടുപോകില്ല, ഇവിടെ പത്രസമ്മേളനം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ സംഭവ ബഹുലമാണ് ചേലക്കര എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് വന്നാൽ ചേലക്കരയിൽ 2,13,103 വോട്ടർമാരാണ് ഉള്ളത്. 1,10,903 പുരുഷന്മാരും ഏതാണ്ട് 1,00,000-ൽ പരം സ്ത്രീകളുടെയും വോട്ടുകൾ ചേലക്കരയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗും നിരീക്ഷിക്കാൻ കമാൻഡ് കൺട്രോൾ റൂമും ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. ചേലക്കരയിലുള്ള ആളുകൾ അത്ര പ്രശ്നക്കാരൊന്നുമല്ല, വിഷയക്കാരല്ല. എങ്കിലും ഒരു പ്രിക്കോഷൻ പോലീസിന്റെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതീവ സുരക്ഷയിൽ 14 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു കാര്യം, ഒരു മണ്ഡലത്തിലെ 14 ബൂത്തുകൾ ബാധിതമായ ബൂത്തുകൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. എങ്കിലും കിടക്കട്ടെ, അവിടെയും ഒരു നിരീക്ഷണം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഈ പരിപാടിയുണ്ട്. അവിടെ ഈ പെരുമാറ്റച്ചട്ടം നിരീക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ബൂത്തുകളുമായി ബന്ധപ്പെട്ടും എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടും സ്ക്വാഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. ചേലക്കരയിൽ 864 പോളിംഗ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ 600-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. വല്ല പരിപാടിയും ഉണ്ടാക്കാൻ നീക്കം നടത്തുന്നവർ, കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർ സൂക്ഷിച്ചോ. 600 പേർ പോലീസുകാരെയാണ് ഈ ചേലക്കരയിൽ ഇറക്കിയിട്ടുള്ളത്. അത്തരത്തിൽ കനത്ത സുരക്ഷയിൽ പോളിംഗിന് വേണ്ടി ചേലക്കര ഒരുങ്ങിയിട്ടുണ്ട്. അവസാനവട്ടം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. എല്ലാവരുടെയും പ്രതികരണം നമ്മൾ കൃത്യമായി എത്തിക്കും. അതോടൊപ്പം തന്നെ എല്ലാ വിശേഷങ്ങളും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തും.